നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അവശ്യ സാധനങ്ങളുടെ വിലവർധനയ്ക്കിടയിൽ അമിതഭാരവുമായി ടോൾ നിരക്കും വർദ്ധിക്കുന്നു. മോദിയും പിണറായിയും തമ്മിൽ അന്തർധാര ശക്തമാണെന്ന് രമേശ് ചെന്നിത്തല. വോട്ടെടുപ്പിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഊരുമൂപ്പന്മാർക്ക് ജില്ലാ കളക്ടറുടെ കത്ത്. വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റുകൾ കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. വാർത്തകൾ വിശദമായി. അവശ്യ സാധനങ്ങളുടെ വിലവർധനയിൽ ജനം പൊറുതിമുട്ടുന്നതിനിടെ ഇരട്ടി ഭാരമായി ടോൾ നിരക്ക് വർധനയും. സേലം കൊച്ചി ദേശീയപാത 554 വാളയാർ പാമ്പാമ്പള്ളം ടോൾ ബൂത്തിലാണ് 2 മുതൽ 3% വരെ നിരക്ക് കൂട്ടുന്നത്. പുതിയ നിരക്ക് ഈ മാസം 31 അർദ്ധരാത്രി നിലവിൽ വരും. പന്നിയങ്കര ടോൾ ബൂത്തിലും നിരക്ക് മാറ്റമുണ്ടെങ്കിലും വർധന സംബന്ധിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ടോൾ നിരക്ക് വർധന നിത്യേന യാത്ര ചെയ്യുന്നവരെയും ടാക്സി ഡ്രൈവർമാരെയും സ്വകാര്യ ബസ്സുകാരെയും പ്രതിസന്ധിയിലാക്കും. കേരളത്തിലേക്കുള്ള ചരക്കു നീക്കത്തെ ടോൾ ചാർജ് വർധന പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ചരക്ക് വാഹന ഉടമകളുടെ സംഘടനയും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ടോൾ പ്ലാസയിൽ നിന്ന് 20 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്നവരുടെ വാണിജ്യേതര വാഹനങ്ങൾക്ക് പ്രതിമാസം ഈടാക്കിയിരുന്ന തുക 330 രൂപയിൽ നിന്ന് 340 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. നിരക്ക് വർധന ഇങ്ങനെ കാർ, ജീപ്പ് തുടങ്ങിയ ചെറുകിട വാഹനങ്ങൾക്ക് ഒരു തവണ കടന്നു പോകുന്നതിനുള്ള തുക 75 നിന്ന് 80 രൂപയാക്കി. അതേ ദിവസം തന്നെ മടക്കയാത്രയുണ്ടെങ്കിൽ നൽകേണ്ട തുക 115 നിന്ന് 120 ആക്കി. ചെറുകിട വാഹനങ്ങൾക്ക് 50 തവണ ഒരു വശത്തേക്ക് മാത്രം കടന്നു പോകാൻ ഒരു മാസത്തേക്ക് 2615 രൂപ നൽകണം. നേരത്തെ ഇത് 2550 രൂപയായിരുന്നു. ചെറിയ വാണിജ്യ വാഹനങ്ങൾ, ചെറിയ ചരക്ക് വാഹനങ്ങൾ, മിനി ബസ് എന്നിവയുടെ ഒരു യാത്രയ്ക്കുള്ള തുക 125 രൂപയായി തുടരും. അന്നേ ദിവസം മടക്കയാത്രയുണ്ടെങ്കിൽ 190 രൂപ നൽകണം. നേരത്തെ ഇത് 185 രൂപയായിരുന്നു. ഇത്തരം വാഹനങ്ങൾക്ക് മാസത്തിൽ 50 ഒറ്റ യാത്രയ്ക്കുള്ള തുക 4120 രൂപയിൽ നിന്ന് 4225 ആയി ഉയർത്തി. ബസ്, ട്രക്ക് ഒറ്റ യാത്രയ്ക്കുള്ള നിരക്ക് 265 രൂപയാക്കി ഉയർത്തി. അതേ ദിവസം മടക്കയാത്രയുണ്ടെങ്കിൽ നിരക്ക് 390 നിന്ന് 400 രൂപയാക്കി. 50 ഒറ്റ യാത്രയ്ക്ക് ഒരു മാസത്തേക്ക് 8630 രൂപയിൽ നിന്ന് 8850 രൂപയാക്കി. വ്യവസായിക ആവശ്യത്തിനുള്ള വലിയ വാഹനങ്ങൾ, മണ്ണുമാറ്റാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ എന്നിവയുടെ നിരക്കിൽ ഗണ്യമായ വർധനയുണ്ട്. ഒരു യാത്രയ്ക്കുള്ള തുക 405 നിന്ന് 415 രൂപയാക്കി. അതേ ദിവസം മടക്കയാത്ര കൂടിയാകുമ്പോൾ 610 നിന്ന് 625 രൂപയാക്കും. മാസത്തിൽ 50 ഒറ്റയാത്രയ്ക്കുള്ള തുക 13,535 രൂപയിൽ നിന്ന് 13,880 രൂപയാക്കി. 7 അതിലധികമോ ആക്സിലുള്ള വാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്കുള്ള തുക 495 രൂപയിൽ നിന്ന് 505 ആയി ഉയർത്തി. അതേ ദിവസം മടക്കയാത്രയുണ്ടെങ്കിൽ തുക 740 രൂപയിൽ നിന്ന് 760 രൂപയാക്കി. 50 ഒറ്റയാത്രയ്ക്കുള്ള ഒരു മാസത്തേക്കുള്ള തുക 16,480 രൂപയിൽ നിന്ന് 16,900 രൂപയാക്കി. മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാര ശക്തമായതിനാൽ സംസ്ഥാനത്ത് അന്വേഷണത്തിന് ഇഡി വരില്ലെന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വെള്ളയൂർ, മുൻ MP VS വിജയരാഘവൻ, KP ചന്ദ്രൻ, മുൻ മന്ത്രി VC കബീർ, K അച്യുതൻ, ജോസഫ് ചാലിശ്ശേരി, K ബാബുരാജ്, ഹരിഗോവിന്ദൻ, NK സുധീർ, P ബാലഗോപാൽ, സ്വപ്ന രാമചന്ദ്രൻ, സിന്ധു രാധാകൃഷ്ണൻ, രാജൻ, മോഹൻ കാട്ടാശ്ശേരി, സുരേഷ് വേലായുധൻ, സുമേഷ് അച്യുതൻ, പ്രേം നവാസ്, തനികാചലം, KC പ്രീത്, S കൃഷ്ണദാസ്, മാധവൻ, പത്മഗിരീശൻ എന്നിവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഊരുമൂപ്പന്മാർക്ക് ജില്ലാ കളക്ടറുടെ കത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അട്ടപ്പാടി മേഖലയിൽ 100% പോളിംഗ് ഉറപ്പാക്കുന്നതിന് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടി സിപ്പേഴ്സൺ പ്രോഗ്രാമിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകുന്നതിന് വോട്ടിംഗിന്റെ പ്രാധാന്യം വ്യക്തമാക്കി ഊരുമൂപ്പന്മാർക്കും യുവ വോട്ടർമാർക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ ഡോക്ടർ S ചിത്രയുടെ കത്ത്. പോസ്റ്റ് കാർഡ് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിലെ കുട്ടികൾ അട്ടപ്പാടിയിലെ 193 ഊരുകളും സന്ദർശിച്ചാണ് ഊരുമൂപ്പന്മാർക്ക് കത്തുകൾ കൈമാറുന്നത്. പുറമെ ക്യാമ്പസ് അംബാസിഡർമാർ മുഖേന യുവ വോട്ടർമാരിലേക്കും കത്തുകൾ എത്തിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി എഴുതിയ കത്ത് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ T സത്യൻ,
ഇലക്ഷൻ ലിറ്ററസി ക്ലബ്ബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ ടി സത്യൻ, അട്ടപ്പാടി രാജീവ് ഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസ് അംബാസിഡർ എസ് അനന്തു എന്നിവർക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കളക്ടർ OB ആൽഫ്രഡ്, KP ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ കർശനമായി നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ കർശനമായി നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ 2019 ഏപ്രിൽ 1 മുതൽ നിർമ്മിക്കപ്പെട്ട വാഹനങ്ങൾക്ക് രാജ്യത്താകമാനം അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവുണ്ട്. വാഹന നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അനുസരിച്ചുള്ള നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ചു നൽകും. ഇത്തരം പ്ലേറ്റ് ഘടിപ്പിച്ചവയുടെ വിവരങ്ങൾ ഡാറ്റ വാഹൻ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ RTO ഓഫീസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം പ്ലേറ്റുകളുടെ വിലയും ഫിറ്റിംഗ് ചാർജും വാഹന വിലയിൽ ഉൾപ്പെടുത്തുകയല്ലാതെ പ്രത്യേക വില ഈടാക്കുകയില്ല. മേൽപ്പറഞ്ഞ രീതിയിലല്ലാതെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് വാഹനം ഓടിച്ചാൽ 2000 രൂപ മുതൽ 5000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. ദേശവേല സംഗമത്തിന്റെയും കൂട്ടിയെഴുന്നള്ളിപ്പിന്റെയും കുടമാറ്റത്തിന്റെയും മനോഹാരിതയിൽ മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ക്ഷേത്ര തട്ടകത്തിൽ 4 ദേശങ്ങളിലെ ആഘോഷ സമിതികൾ വേലകളിൽ അണിയിച്ചൊരുക്കിയ ദൃശ്യവിരുന്നിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. വൈകിട്ട് പാന ചടങ്ങുകൾക്കു ശേഷം ദേശവേലകൾ വെളിച്ചപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് കൊട്ടിപ്പുറപ്പെട്ടതോടെ കൊയ്തൊഴിഞ്ഞ വയലേലകൾക്ക് കുതിരയും കുമ്മാട്ടിയും പഞ്ചവാദ്യവും മേളവും തിറ പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ചവിട്ടുകളിയും അഴകേകി. മാങ്ങോട്ട് പടിഞ്ഞാറൻ വേലയിലെ കുതിര കുമ്മാട്ടി വേലകൾ വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ പകൽ പൂരത്തിന് തുടക്കമായി. തുടർന്ന് വീരമംഗലം തെക്കൻ വേലയിലെയും വെള്ളിനേഴി വടക്കൻ മേഖലയിലെ അവസാനം ചമ്മന്നൂർ കിഴക്കൻ വേലയിലെയും കുതിര കുമ്മാട്ടി വേലകൾ കീഴ്വഴക്കം അനുസരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കുതിര കുമ്മാട്ടി വേലകളുടെ പ്രദക്ഷിണത്തോടൊപ്പം ക്ഷേത്രത്തിന് മുൻപിൽ തിറയും പൂതനും കളം നിറഞ്ഞാടിയത് വിസ്മയ കാഴ്ചയായി. തുടർന്നായിരുന്നു ആനപ്പൂരങ്ങളുടെ വരവ്. 4 ദേശങ്ങളിലെയും വേലകളുടെ കൂട്ടിയെഴുന്നള്ളപ്പിൽ നിരന്നത് തലയെടുപ്പുള്ള 29 ഗജവീരന്മാർ. മാങ്ങോട് പടിഞ്ഞാറൻ വേലയിൽ ചിറക്കൽ കാളിദാസനും വീരമംഗലം തെക്കൻ വേലയിൽ കുട്ടൻകുളങ്ങര അർജുനനും വെള്ളിനേഴി വടക്കൻ വേലയിൽ പാമ്പാടി രാജനും ചമ്മന്നൂർ കിഴക്കൻ വേലയിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ഭഗവതിയുടെ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും താളലയത്തിൽ ആനപ്പുറമേറിയ വെഞ്ചാമരവും ആലവട്ടവും പലതവണ ഉയർന്നു പൊങ്ങി. സന്ധ്യയായതോടെ കാഞ്ഞങ്ങാട് മുരളീധരൻ മാരാർ നയിച്ച മേളത്തിന്റെ അകമ്പടിയിൽ തിടമ്പേന്തിയ ആനകൾ കാവേറി ഭഗവതിയെ പ്രണമിച്ച് മടങ്ങിയതോടെ പകൽപൂരത്തിന് സമാപനമായി. വൈക്കോൽ കയറ്റിപ്പോയ പിക്കപ്പ് വാനിന് തീപിടിച്ചു.
ആലത്തൂർ വെങ്ങന്നൂർ പൂങ്ങോട്ടിൽ വൈക്കോൽ കയറ്റിയ പിക്കപ്പ് വാനിന് തീപിടിച്ച് വൈക്കോൽ പൂർണ്ണമായും വാഹനം ഭാഗികമായും കത്തിനശിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് അപകടം. കിഴക്കഞ്ചേരി കോരഞ്ചിറ KM അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ദോസ്ത് ഗുഡ്സ് കാരിയർ വാഹനത്തിലാണ് തീപിടിച്ചത്. ആലത്തൂർ വടക്കഞ്ചേരി അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്ന് 3 യൂണിറ്റ് വാഹനമെത്തി തീ പൂർണ്ണമായി അണച്ചു. ആലത്തൂർ അഗ്നിരക്ഷാ നിലയം ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KR മധു, വടക്കഞ്ചേരി അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KS ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലൂക്കോസ് തോമസ്, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ AB മാത്യു, ഗ്രേഡ് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ OP ഷാജിമോൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടാലിൻ ചന്ദ്രബോസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ B സജു, A സജിത്, P സുഭാഷ്, R രഞ്ജീഷ്, R റിഞ്ചു, A ശ്രംഷാദ്, N ധനീഷ്, രാജേഷ്, R ബിജുമോൻ, ഹോംഗാർഡ് M അജീഷ് എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിനായി ആവിഷ്കരിച്ചിട്ടുള്ള സ്വീപ് പരിപാടികളുടെ ഭാഗമായി മിനി മാരത്തോൺ സംഘടിപ്പിച്ചു. പാലക്കാട് കോട്ടമൈതാനം മുതൽ വിക്ടോറിയ കോളേജ് വരെ നടത്തിയ മിനി മാരത്തോൺ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ഏപ്രിൽ 26 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗിക്കണമെന്ന സന്ദേശവുമായാണ് മാരത്തോണിൽ കുട്ടികൾ പങ്കെടുത്തത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അട്ടപ്പാടി വനത്തിലെ ആനവായ് വിദൂര ഗോത്രൂരിൽ വൈദ്യുതി വിളക്ക് തെളിഞ്ഞു. മണ്ണാർക്കാട് ആനക്കട്ടി റോഡിൽ മുക്കാലി കവലയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെ സൈലന്റ് വാലി ദേശീയോദ്യാനത്തോട് ചേർന്നാണ് കുറുമ്പ ഗോത്ര ഊരുകളുള്ള ആനവായ് വനമേഖലയിൽ 6.2 കോടി രൂപ ചെലവിൽ ഭൂഗർഭ കേബിൾ വഴിയാണ് വൈദ്യുതി എത്തിച്ചത്. ചെണ്ടത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ മണ്ണിനടിയിലൂടെയാണ് 11 കേബിൾ സ്ഥാപിച്ചിരിക്കുന്നത്. വിദൂര ഊരുകളായ തടിക്കുണ്ട്, മുരുകള, കിണറ്റുകര, പാലപ്പട, താഴെ ആനവായ്, മേലെ ആനവായ്, കടുകുമണ്ണ എന്നിവിടങ്ങളിൽ വൈദ്യുതീകരണം പൂർത്തിയായി. 4 വിതരണ ട്രാൻസ്ഫോമറുകൾ, 8547 മീറ്റർ ലോ ടെൻഷൻ ABC എന്നിവയാണ് വിതരണ ശൃംഖലയിലുള്ളത്. 206 എയർ ടൈപ്പ് ഇരുമ്പ് തൂണുകളും 145 കോൺക്രീറ്റ് തൂണുകളും ഉപയോഗിച്ചു. 2023 ഫെബ്രുവരിയിൽ പ്രവൃത്തി തുടങ്ങി. ജൂലൈയിൽ കേബിൾ സ്ഥാപിച്ചു. ഒക്ടോബറിൽ KCB ജോലി പൂർത്തിയാക്കി. IIDP ആണ് വീടുകളുടെ വയറിംഗ് നടത്തിയത്. ഇതിനിടെ BSNL കേബിൾ ഇട്ടപ്പോൾ 11 kV കേബിളുകൾക്ക് കേടുപറ്റിയത് നന്നാക്കേണ്ടി വന്നു. മേലെ ആനവായ്, താഴെ ആനവായ് ഊരുകളിലെ 92 വീടുകളിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി വിളക്ക് തെളിഞ്ഞു. ശേഷിക്കുന്ന വീടുകൾക്കും ഉടൻ കണക്ഷൻ നൽകും. പട്ടികവർഗ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് പദ്ധതി. മുംബൈ കസ്റ്റംസ് ചമഞ്ഞ് ഒലവക്കോട് സ്വദേശിനിയുടെ 98,000 രൂപ ഓൺലൈൻ വഴി തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ. ആലപ്പുഴ വണ്ടാനം സ്വദേശികളായ വൃക്ഷവിലാസം തോപ്പിൽ അൻസിൽ, നീർവീട്ടിൽ ഷാജഹാൻ എന്നിവരെയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 ഡിസംബർ 1 കേസിനാസ്പദമായ സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മുംബൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ പ്രധാന പ്രതികൾ ഒരാൾ കേസിലെ പരാതിക്കാരിയെ വീഡിയോ കോളിംഗ് ആപ്പിലൂടെ വിളിക്കുകയും പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് കൊറിയർ മുഖേന തായ്വാനിലേക്ക് അയച്ച കൊറിയറിൽ മയക്കുമരുന്നുണ്ടെന്നും ആയതിന് മുംബൈ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ശേഷം പരാതിക്കാരിയിൽ നിന്ന് ഗൂഗിൾ പേ മുഖേന 98,000 രൂപ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു.
പിന്നീട് ഈ തുക അൻസിലിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അൻസിൽ തുക പിൻവലിച്ച് ഷാജഹാന് കൈമാറുകയും ചെയ്തു. ഷാജഹാൻ ഈ തുക പ്രധാന പ്രതികൾക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തുടർന്ന് ഇരുവരെയും നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെയും ASP അശ്വജിത്തിന്റെയും നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ SI അരിസ്റ്റോട്ടിൽ, SCPOമാരായ ദീപു, വികാസ്, രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഭവം. കാവശ്ശേരി സ്വദേശി രാജേഷാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിഗുരുതരമായ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് യുവാവ്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കടന്ന യുവാവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലുണ്ടായിരുന്നവരും ചേർന്ന് തീയണച്ച് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചു. 95% പൊള്ളലേറ്റ നിലയിലാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയത്. തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. നെല്ലിയാമ്പതി ചുരം റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടാനക്കൂട്ടം. നെല്ലിയാമ്പതി 14-ാം വളവിന് സമീപത്തുള്ള ചുരം റോഡിൽ അമ്മയും കുഞ്ഞും ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ഇറങ്ങി KSRTC ബസ്സും മറ്റു വാഹനങ്ങളെയും 15 മിനിറ്റോളം തടഞ്ഞുവെച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ 11 മണിക്ക് KSRTC ബസിന്റെ മുന്നിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ശേഷം ആനക്കൂട്ടം വാഹനങ്ങളെയും സഞ്ചാരികളെയും മറ്റും ശല്യം ചെയ്യാതെ കാട്ടിലേക്ക് കയറി. ഇരുചക്ര വാഹനങ്ങളും വലിയ വാഹനങ്ങളും ആനകളുടെ പിറകിലൂടെയും വശങ്ങളിലൂടെയും പോയെങ്കിലും യാത്രക്കാരെ ആനകൾ ദ്രോഹിച്ചില്ല എന്നതും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി. സമക്ഷം ആപ്പിലൂടെ വോട്ട് ചെയ്യാൻ വീൽചെയർ ആവശ്യപ്പെടാം. തിരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക ലക്ഷ്യമിട്ട് ഭിന്നശേഷിക്കാർക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച സമക്ഷം മൊബൈൽ ആപ്പിലൂടെ വോട്ട് രേഖപ്പെടുത്താൻ വോട്ടെടുപ്പ് ദിവസം വീൽചെയർ സേവനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടാം. വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യൽ, തിരുത്തൽ, പോളിംഗ് സ്റ്റേഷൻ കണ്ടെത്തൽ, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഭിന്നശേഷിക്കാർക്ക് സമക്ഷം ആപ്പ് ഉപയോഗപ്പെടുത്താം. മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്നും സമക്ഷം ESI ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഭിന്നശേഷി വിഭാഗം വോട്ടർമാർ ഉൾപ്പെടെ എല്ലാവരും സമ്മതിദാനാവകാശം ഉപയോഗപ്പെടുത്തണമെന്നും സമക്ഷം മൊബൈൽ ആപ്പും ഉപയോഗിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ വളപ്പിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനെ ചൊല്ലി വാർഡംഗം P. രാജന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കുഴൽക്കിണർ നിർമ്മിച്ചാൽ സമീപത്തെ കിണറുകളുടെ ജലനിരപ്പ് കുറയുമെന്നും പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നിർമ്മാണം തടസ്സപ്പെട്ടു. ഇന്നലെ രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. 2022-23 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച പദ്ധതിയാണ് കുഴൽക്കിണർ നിർമ്മാണം. ബോർഡിൽ അംഗീകാരം നൽകുകയും ബന്ധപ്പെട്ടവരുടെ അനുമതി ലഭിച്ചതിനു ശേഷമാണ് നിർമ്മാണം നടത്തുന്നതെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കി. പഞ്ചായത്ത്, കൃഷിഭവൻ, ആശുപത്രി തുടങ്ങി വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടെന്നും അതിനു പരിഹാരമായാണ് കുഴൽക്കിണർ നിർമ്മിക്കുന്നതെന്നും പ്രസിഡന്റ് വിശദീകരിച്ചു. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി. ഇരുകൂട്ടരുമായും ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ശുദ്ധജലവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. പ്രദേശത്ത് ശുദ്ധജലക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ ടാങ്ക് വെച്ച് ശുദ്ധജലം ലഭ്യമാക്കുമെന്ന് തീരുമാനിച്ചു. തുടർന്ന് കുഴൽക്കിണർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ?
എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. വീട് കത്തിച്ച കേസിലെ പ്രതി പിടിയിൽ. കുടുംബവഴക്കിനെ തുടർന്ന് വീട് കത്തിച്ച കേസിലെ പ്രതി കോട്ടോപ്പാടം പുളിത്തോടത്തിൽ പത്രോസിനെയാണ് മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സ്ഥിരം മദ്യപാനിയായ ഇയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് ഭാര്യയും മക്കളും വേർപിരിഞ്ഞ് പാലക്കയത്താണ് താമസം. ഇയാൾ കോട്ടോപ്പാടത്ത് മകന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ജനുവരി 24-ന് വൈകുന്നേരം 5 മണിയോടെ ഇയാൾ തനിച്ച് താമസിക്കുകയായിരുന്ന വീട് കത്തിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. SI സുരേഷ് ഉണ്ണി, ASI ശാന്തകുമാരി, സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കാഞ്ഞിരപ്പുഴ റിസർവോയറിൽ ആദിവാസി യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരുമ്പകച്ചോല വെള്ളത്തോട് അംബേദ്കർ കോളനിയിലെ അപ്പുവിന്റെ മകൻ സന്തോഷാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. കൂലിപ്പണിക്കാരനാണ് സന്തോഷ്. മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന മിനിമം പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന് തുല്യമാക്കുമെന്ന് സൂചന. മദ്രസ അധ്യാപകരുടെയും ക്ഷേമനിധി ബോർഡിന്റെയും ഇതു സംബന്ധിച്ച അപേക്ഷകൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നേരത്തെ പരിഗണിച്ചിരുന്നില്ല. ഇതിനിടെ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സൗത്ത് കോഡൂർ റേഞ്ച് സെക്രട്ടറി മച്ചിങ്ങൽ മുഹമ്മദ് ധനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലുള്ള മറുപടിയിലാണ് പെൻഷൻ മാറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പരിശോധിക്കാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നതായി അറിയിച്ചത്. മദ്രസ അധ്യാപക ക്ഷേമനിധിയിൽ നിന്ന് മിനിമം പെൻഷനായി നൽകുന്ന 1500 രൂപ സാമൂഹിക സുരക്ഷാ പെൻഷന് തുല്യമാക്കി പ്രതിമാസം 1600 രൂപയാക്കണമെന്ന അപേക്ഷയിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത്. നിലവിൽ അധ്യാപക ക്ഷേമനിധിയിലുള്ള 313 പേരാണ് സംസ്ഥാനത്ത് 1500 രൂപ മദ്രസ പെൻഷൻ വാങ്ങുന്നതെന്നും ഇവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷന് നൽകുന്ന 1600 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ 31,300 രൂപ മാത്രമേ ഒരു മാസം അധിക ചെലവ് വരുന്നുള്ളൂവെന്നും ക്ഷേമനിധി ബോർഡ് ധനവകുപ്പിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച നടക്കുന്ന ക്ഷേമനിധി ബോർഡ് യോഗത്തിൽ ഇക്കാര്യം വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുമെന്നും ഇതിനുശേഷം പെൻഷൻ മാറ്റത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം പോയിട്ടുണ്ടെങ്കിലും പെൻഷന്റെ മാറ്റമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാവാനാണ് സാധ്യത. മദ്രസാധ്യാപക ക്ഷേമനിധിയിൽ 5 വർഷം വിഹിതമടച്ചവർക്കാണ് പെൻഷന് അർഹത. ഇവർക്ക് മിനിമം പെൻഷനായ 1500 രൂപയാണ് പ്രതിമാസ പെൻഷനായി നൽകുന്നത്. കൂടുതൽ കാലം വിഹിതമടച്ചവർക്ക് ആനുപാതികമായുള്ള പെൻഷനും നൽകുന്നുണ്ട്. മദ്രസ അധ്യാപക ക്ഷേമനിധി മറ്റു തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് വ്യത്യസ്തമാണ്. മുസ്ലിം ജനവിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി ജസ്റ്റിസ് രജീന്ദർ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ കേരളത്തിൽ നടപ്പാക്കാൻ രൂപവത്കരിച്ച പാലോളി കമ്മിറ്റി അടിയന്തരമായി നടപ്പാക്കാൻ നിർദ്ദേശിച്ചതു പ്രകാരമാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി രൂപവത്കരിച്ചത്. ക്ഷേമനിധി രൂപവത്കരിച്ച് പെൻഷൻ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ചികിത്സാ ധനസഹായം, വീട് നിർമ്മാണം, വിവാഹം തുടങ്ങിയവയ്ക്ക് സഹായം നൽകണമെന്നും ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് സർക്കാർ നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 2021 ശേഷം സർക്കാർ ഗ്രാന്റ് നൽകിയിട്ടില്ലെന്ന് ആക്ഷേപവുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവശ്യ സാധനങ്ങളുടെ വിലവർധനയ്ക്കിടയിൽ അമിതഭാരവുമായി ടോൾ നിരക്കും വർദ്ധിക്കുന്നു. മോദിയും പിണറായിയും തമ്മിൽ അന്തർധാര ശക്തമാണെന്ന് രമേശ് ചെന്നിത്തല.
വോട്ടെടുപ്പിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഊരുമൂപ്പന്മാർക്ക് ജില്ലാ കളക്ടറുടെ കത്ത്. വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റുകൾ കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.